റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു i20, അതായത് ഹുണ്ടായി i20യുടെ ആക്റ്റീവ് എന്നൊരു വണ്ടിയിൽ നമുക്കൊരു സബ് വൂഫർ, ഒരു 4 ചാനൽ ആമ്പ്, അതേപോലെ തന്നെ ഒരു പൈനിയറിൻ്റെ 650 വാട്ട്സ്, 2 ഓവൽ സ്പീക്കർ, ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ചെറിയൊരു വീഡിയോയിലാണ് ഇപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത്. അതിലെന്തെങ്കിലും കുറ്റോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതിൽ വേണ്ട എന്തൊക്കെ ഐറ്റംസുകളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഇതിനകത്ത് നല്ലൊരു വയറിംഗ് കിറ്റ്, അതേപോലെ തന്നെ ഒരു RCA കേബിള്, പിന്നെ ഫ്യൂസ്, സബ് വൂഫറിനുള്ള സ്പീക്കർ വയർ, അതേപോലെ തന്നെ 2 ഓവൽ സ്പീക്കറിനുള്ള സ്പീക്കർ വയർ, ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് JBLൻ്റെ 1250 വാട്ട്സ് ബാസ് ട്യൂബാണ്. 12 ഇഞ്ച് ബാസ് ട്യൂബാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമ്മളതിനകത്ത് ഒരു സോണിയുടെ 4 ചാനൽ 1000 വാട്ട്സ് ആമ്പും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു RCA കൺവേർട്ടർ വേണം. ഇത് കമ്പനി ഓഡിയോ സിസ്റ്റം ആയതുകൊണ്ട് അതിനകത്ത് ഓഡിയോ ഔട്ട്പുട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്പീക്കറിലെ ലൈൻ എടുത്തിട്ടാണ് നമ്മൾ ഹൈ ലെവൽ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത് എടുത്തതിന് ശേഷം നമ്മളൊരു പ്രീ ഔട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഒരു കൺവേർട്ടർ നമുക്ക് ആവശ്യമുണ്ട്. ആ കൺവേർട്ടർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ആമ്പിലേക്ക് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിറ്റ് ചെയ്യണതും ചെറിയ രീതിയിൽ തന്നെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
നമ്മൾ ഫിറ്റ് ചെയ്ത ഹുണ്ടായുടെ i20 ആക്റ്റീവിൽ സബ്വൂഫറും ആംപ്ലിഫയറൊക്കെ ഫിറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക.